ഇന്നത്തെ മലയാളത്തിലെ പ്രധാന പത്രത്തിൻ്റെ തലക്കെട്ട് വാർത്ത കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് ദശകങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഓർമ്മയിലേക്ക് പോയി. കാരണം അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ്, ലാൻഡ് ഫോണുകളാണ്. അന്ന് കോൺഗ്രസിൻ്റെ പ്രതാപകാലത്തെ സംഭവങ്ങളൊക്കെയാണ്. അന്ന് പല മണ്ഡലങ്ങളിലും ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലാൻഡ് ഫോണിൽ വോട്ടർമാരെ വിളിച്ച് വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ മലയാള പത്രങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ UDF അനുകൂല പത്രങ്ങൾ, അന്നും അതേ നിലപാട് തന്നെയായിരുന്നല്ലോ. അവർ ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രകീർത്തിച്ച് എഴുതുമായിരുന്നു. ഇന്ന സ്ഥാനാർത്ഥി വോട്ടർമാരെ ഫോണിൽ വിളിച്ച് വോട്ടഭ്യർത്ഥിച്ചു, പുതുമയാർന്ന ശൈലി എന്നൊക്കെ പറഞ്ഞു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പെൻഷനും ശമ്പളമൊക്കെ വാങ്ങുന്ന ആളുകൾക്ക്, ക്ഷേമ പെൻഷനും ക്ഷാമബത്തയൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് സന്ദേശം അയച്ചത് വലിയ ഡേറ്റ ചോർച്ചയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 77 ലക്ഷം ഡേറ്റ ചോർന്നു എന്നാണ് ആരോപണം. ആ കണക്ക് തന്നെ പൊട്ടത്തരമാണ്. കാരണം 77 ലക്ഷം ഡേറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെ കണക്കിൽ പറയാൻ കഴിയുന്ന ഒരു സംഭവം അല്ല അത്. കാര്യം ക്ഷേമ പെൻഷനും ശമ്പളം വാങ്ങുന്ന ജീവനക്കാരും സ്ത്രീ സുരക്ഷാ പെൻഷൻ എല്ലാം കൂടെ 77 ലക്ഷം പേരുണ്ട്. ഈ 77 ലക്ഷം പേർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സന്ദേശം പോയി എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അത് സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനെന്ന നിലയിൽ അയച്ചൊരു സന്ദേശമാണ്. നിങ്ങൾക്ക് ഇന്ന സാമ്പത്തിക ഇന്ന തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ അവെയിൽ ചെയ്യണം എന്നുള്ളൊരു അറിയിപ്പാണ്. ഇതിൻ്റെ അത് വേറൊന്നും പറയുന്നില്ല. ഇതൊരു ഭരണാധികാരി തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അയച്ചതാണ്. ഇത് ഒരുപാട് ആരോപണങ്ങളാണ് ഇവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം, സ്വകാര്യതയുടെ ലംഘനം, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനെ പറ്റി ആലോചന നടക്കുന്നതേ ഉള്ളൂ. സ്വകാര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ എത്രയോ സന്ദേശങ്ങൾ നമുക്ക് വരുന്നു. റിസർവ് ബാങ്കിൻ്റെ സന്ദേശം വരുന്നു, മറ്റ് സർക്കാർ ഏജൻസികളുടെ സന്ദേശം വരുന്നു, വാഹനം വാങ്ങിച്ച് ഇൻഷുറൻസ് പുതുക്കേണ്ട സമയത്ത് സന്ദേശം വരുന്നു. അപ്പോൾ ഇങ്ങനെ പല സന്ദേശങ്ങളും നമുക്ക് വരുന്നുണ്ട്. അതെല്ലാം സർക്കാർ ഏജൻസികളാണ് അയക്കുന്നത്. എന്തിന് നമ്മൾ കടയിൽ ചെന്ന് ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ പോലും നമ്മൾ ഫോൺ നമ്പർ വാങ്ങിച്ച് നമ്മൾ ഫോൺ നമ്പർ നൽകേണ്ട എന്നുള്ളതാണ് നിയമമെങ്കിലും അവർ ഫോൺ നമ്പർ വാങ്ങിക്കുകയും പലരും കൊടുക്കുകയും അത് നമ്മുടെ നമ്പറിലേക്ക് അവരുടെ പ്രൊമോഷൻ സന്ദേശങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. അതിനൊന്നും ന്യായീകരിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. പക്ഷേ ഒരു കാര്യം, സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ എന്ന നിലയിൽ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളൊന്നും പറയുന്നില്ല. അവകാശപ്പെട്ട തുകയാണ് കൈമാറുന്നത്. അത് നിങ്ങളുടെ അക്കൗണ്ടിലുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കുക. അതൊരു ഭരണപരമായ നടപടിയോ പരിധി ലംഘിക്കുന്നതൊന്നുമല്ല. ഈ തുക നൽകുന്നതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ല. അതൊക്കെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരാണ്. അപ്പോൾ ഇത് സംഭ്രമജനകമായ രീതിയിൽ ഇവ അവതരിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദേശങ്ങൾ എത്രയോ വരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇത്തരം ഡേറ്റ BJP വ്യാപകമായി ഉപയോഗിക്കുന്നതിനേക്കാൾ പുകഴ്ത്തുന്ന മാധ്യമങ്ങൾ തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെ പത്രങ്ങളും ചാനലുകളൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാക്കും. BJPയുടെയും കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രചരണങ്ങളെ വാനോളം പൊഴുത്തിയ മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഭരണപരമായ നടപടിയുടെ ഭാഗമായി അയച്ച എന്ന് കരുതുന്ന ഒരു സന്ദേശത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രചാരണ കോലാഹലം. ഈ പറയുന്നത് പോലെ വസ്തുതകളെ വളച്ചൊടിച്ച് ഈ സത്യാനന്തരകാല മാധ്യമപ്രവർത്തനത്തിൻ്റെ വേറെ രൂപം തന്നെയാണിത്. അതുപോലെയാണ് ഈ ആരോഗ്യമേഖലയ്ക്കെതിരെയുള്ള കടന്നാക്രമണം. പൊതുജനാരോഗ്യമേഖല കഴിഞ്ഞ 5 വർഷം സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നേടിയവരുടെ എണ്ണം 24.5 ലക്ഷമാണ്. 24.5 ലക്ഷം പേർ ചികിത്സ നേടിയപ്പോൾ വന്ന പരാതികൾ 47 എണ്ണമാണ്. അതേസമയം സ്വകാര്യ ആശുപത്രികൾക്കെതിരെ 600ഓളം പരാതികൾ വന്നിട്ടുണ്ട്. ഇത് നമ്മളെ താരതമ്യത്തിൻ്റെ ഒന്നും കാര്യമില്ല. സർക്കാർ ആശുപത്രി ഏത് ചികിത്സാ പിഴവായാലും ഒഴിവാക്കേണ്ടതാണ്. അത് ആരുടെ ഭാഗത്തു നിന്നും ഏത് സേവനം, ഡോക്ടർമാരുടെ സേവനം മാത്രമല്ല, വൈദ്യശാസ്ത്ര മേഖലയിലെ സേവനം മാത്രമല്ല, സാധാരണ മനുഷ്യർക്ക് ലഭിക്കുന്ന ഏത് സേവനത്തിലും അതിൻ്റെ അകത്ത് കുറവോ അപാകമോ വീഴ്ച വന്നു കഴിഞ്ഞാൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനെല്ലാം എല്ലാത്തിനും ഒരു ഇതുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്, അതിനൊരു മാനദണ്ഡമുണ്ട്. മെഡിക്കൽ കാര്യങ്ങളിലും ചികിത്സാ കാര്യങ്ങളിലും ആധികാരികമായ അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ കരുതലോടെ വേണം. ഇതിൻ്റെ ഒന്നും ഒരു മുൻകരുതലുമില്ലാതെയാണ് മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളെ തുടർന്ന് മലയാളത്തിലെ ഒരു പത്രത്തിൽ ഒരു പരമ്പര തന്നെ തുടങ്ങി. അതിൽ സർക്കാർ ആശുപത്രികളിലെ നിസ്സാരമായ പ്രശ്നങ്ങൾ, ഈ പറഞ്ഞതുപോലെ 50 ലക്ഷം പേർ കഴിഞ്ഞ 10 വർഷം ചികിത്സ നേടിയ സംവിധാനത്തിലെ വിരലിലുണ്ടാവുന്ന സംഭവങ്ങൾ പ്രസിദ്ധീകരിക്കുകയും അതേസമയം അത് ഓരോ ആശുപത്രിയും ഓരോ ഡോക്ടറുടെയൊക്കെ പേരെടുത്തു പറഞ്ഞാണ് ഇത്തരം സംഭവങ്ങൾ അവർ വിവരിക്കുന്നത്. പക്ഷേ സ്വകാര്യ ആശുപത്രികളുടെ പേരും ഊരുമൊന്നുമില്ല. ഉദാഹരണത്തിന് വയറ്റിലെ കൊഴുപ്പ് നീക്കാൻ ശസ്ത്രക്രിയ നടത്തിയ ഫലമായി യുവതി മരിച്ചു, അല്ലെങ്കിൽ തലമുടി വെച്ച് പിടിപ്പിക്കാൻ നടത്തിയ ചികിത്സ ആപ്പാട് പാളി.
ഇതേപോലെയുള്ള വാർത്തകൾ അതൊക്കെ സ്വകാര്യ ആശുപത്രികളിലാണ്. ഇന്ന് തന്നെ അതീവ ദുഃഖകരമായ സംഭവം ഉണ്ടായി. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ സ്വകാര്യ ആശുപത്രിയിൽ കുത്തിവയ്പ്പിനെ തുടർന്ന് 2 വയസ്സുള്ള കുട്ടി മരിച്ചു. ഈ ആശുപത്രിയുടെ പേര് പോലും പല മാധ്യമങ്ങളും പറയുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇത്തരം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ശബരിമല കേസിൽ തന്ത്രിയെ പൂട്ടാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് ഒരു ആരോപണം. ശബരിമല കേസ് അന്വേഷണം സർക്കാരുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നത് തന്നെ അബദ്ധമാണ്. കാരണം ഈ ശബരിമല കേസിൻ്റെ തുടക്കം എങ്ങനെയാണ്? ശബരിമലയിൽ അഴിമതികൾ നടന്നതായി, സ്വർണ്ണക്കവർച്ച നടന്നതായി ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുകയും ദേവസ്വം ബെഞ്ചിന്, ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഗൗരവതരമായ അന്വേഷണം ആവശ്യമാണെന്ന നിഗമനത്തിലെത്തുകയും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു. ഈ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൻ്റെ കൃത്യമായ മേൽനോട്ടത്തിലും അവരുടെ നിയന്ത്രണത്തിലുമാണ്. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അവിടെ നൽകണം. അറസ്റ്റിലാവുന്ന പ്രതികളുടെ വിവരങ്ങൾ, ഇനി ആരുടെയെങ്കിലുമൊക്കെ അന്വേഷണത്തിൽ നീങ്ങേണ്ടതുണ്ടോ, ഇതെല്ലാം പൂർണ്ണമായും ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതിയോടെയാണ് SIT അന്വേഷണം നീക്കുന്നത്. ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു അവകാശവുമില്ല. മുദ്രവെച്ച കവറിലാണ് ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ചിൽ SIT ഈ റിപ്പോർട്ട് നൽകുന്നത്. ഈ ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ നാൾവഴി പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കും. നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് ഈ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ശക്തമായ താക്കീത് നൽകിയിരുന്നു. നിങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കരുത്, അന്വേഷണം നടത്തുന്നത് നിങ്ങളല്ല, അന്വേഷണം നടത്താൻ വ്യവസായമായ സംവിധാനമുണ്ട് എന്ന് മാത്രമല്ല, നേരത്തെ ചിലരെ കൊടുക്കാനും മറ്റും ശ്രമിക്കുന്നുള്ള ആരോപണം വന്നപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിൽ സർക്കാർ താല്പര്യപ്രകാരം ചില മാറ്റങ്ങൾ വരുത്തുന്നു എന്നൊക്കെ വാർത്ത വന്നപ്പോൾ അതെല്ലാം പാടെ നിരാകരിച്ചാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SITക്ക് ക്ലീൻ ചിറ്റ് നൽകിയത്. ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രതിക്ക് ജാമ്യം നൽകിയ ബന്ധപ്പെട്ടുണ്ടായ ഒരു പരാമർശം അത് നിയമവിദഗ്ധർ പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ അകത്ത് SITയും ഹൈക്കോടതിയൊക്കെ അവരുടെയൊക്കെ തീരുമാനത്തിന് വേണ്ട സംഭവമാണ്. ഇതിനെല്ലാം സർക്കാർ ആരെങ്കിലും രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ശ്രമിക്കുന്ന രീതിയിൽ വളച്ചൊടിച്ച് ഈ അന്വേഷണത്തിൽ കുറ്റവാളിയെ രക്ഷിക്കാൻ നടത്തുന്ന ശ്രമവും അത് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള ഒരു പ്രചാരണവുമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഇത് മുഴുവൻ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ വിഷത്തുള്ളി കലർത്തുന്ന രീതിയിലുള്ള മാധ്യമ പ്രചാരണമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഇടതുപക്ഷത്തോടും പുരോഗമന പ്രസ്ഥാനങ്ങളോടുമുള്ള വിരോധം മൂത്ത് കേരളത്തോടുള്ളൊരു പകയായി ഇത് മാറിയിരിക്കുകയാണ് മാധ്യമങ്ങളുടെ ഈ സമീപനം. ഇതിനെതിരെ നിതാന്ത ജാഗ്രത പുലർത്തണം എന്ന് മാത്രമാണ് ഇപ്പോൾ തൽക്കാലം പറഞ്ഞു വയ്ക്കുന്നത്.